നമസ്കാരം. ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഒരു തെനാലി രാമൻ കഥയാണ്. ആ കഥ ഇപ്രകാരമാണ്. തെനാലി രാമൻ്റെ പ്രസിദ്ധി ലോകമെങ്ങും വ്യാപിച്ചു. വിജയനഗരത്തിൽ മാത്രമല്ല, ഭാരത ഭൂഖണ്ഡം മുഴുവനും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും തെനാലി രാമൻ കഥകൾക്ക് വലിയ പ്രസിദ്ധിയാണ്. അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ പോലും തെനാലി രാമനെ എല്ലാവർക്കും അറിയാം. ആ പ്രസിദ്ധി എന്നുള്ളത് വികടകവി, തമാശക്കാരൻ, കുസൃതിക്കാരൻ എന്നീ നിലകളിൽ. ഉത്തരഭാരതത്തിൻ്റെ അധിപൻ ഇപ്പോൾ ആരാണ്? ഉത്തരഭാരതത്തിൻ്റെ അന്നത്തെ അധിപൻ മുഗൾ ചക്രവർത്തിയായ ബാബറാണ്. രാമൻ്റെ നേരം പോക്കുകൾ പരീക്ഷിച്ചറിയണം. അതായി മുഗൾ ചക്രവർത്തിയായ ബാബറുടെ ആഗ്രഹം. മുഗൾ ചക്രവർത്തി കൃഷ്ണദേവരായർക്ക് ഒരു കത്തയച്ചു. 1 മാസത്തെ താമസത്തിനായി തെനാലി രാമനെ ഡൽഹിക്ക് അയക്കണം. ആ അപേക്ഷയായിരുന്നു ആ കത്തിലുണ്ടായിരുന്നത്. ബാബറിൻ്റെ ഒരു പ്രത്യേകതയെക്കുറിച്ച് കൃഷ്ണദേവരായർ കേട്ടിട്ടുണ്ട്. ഒരാളുടെ ബുദ്ധിസാമർഥ്യത്തിന് മുഗള ചക്രവർത്തിക്ക് അനുമോദനം തോന്നിയാൽ അദ്ദേഹം അയാൾക്ക് 100 സ്വർണ്ണനാണയങ്ങൾ സമ്മാനിക്കും. അനേകം കിഴികൾ പിടിച്ച് ഒരു അനുചരൻ ബാബർ ചക്രവർത്തിയുടെ കൂടെ കാണും. കൃഷ്ണദേവരായർ തെനാലി രാമനോട് ഈ വിവരം പറഞ്ഞു. ചക്രവർത്തി തുടർന്നു, തെനാലി രാമ, ഇത് നിങ്ങളുടെ മാത്രമല്ല, എൻ്റെയും കാര്യമാണ്. നിങ്ങൾ മോശക്കാരനെന്ന് ബാബർ ചക്രവർത്തിക്ക് തോന്നിയാലോ വിജയനഗരത്തിനാകെ കുറച്ചിലാകും. മുഗൾ ചക്രവർത്തിയായ ബാബറിൽ നിന്ന് സമ്മാനം വാങ്ങി തിരിച്ചു വരണം കേട്ടോ. എന്നാൽ ഞാൻ നിങ്ങൾക്ക് 1000 സ്വർണ്ണനാണയം തരാം. നിങ്ങൾ സമ്മാനം വാങ്ങാതെയാണ് വരുന്നതെങ്കിലോ ഞാൻ ആ നിമിഷം നിങ്ങളെ രാജ്യത്ത് നിന്ന് ആട്ടിപ്പുറത്താക്കും. ചക്രവർത്തി തെനാലി രാമന് താക്കീത് നൽകി. അപ്പോൾ തെനാലി രാമൻ പറഞ്ഞു, തിരുമേനി ഒന്നുകൊണ്ടും വ്യസനിക്കേണ്ട, എല്ലാം ഞാൻ ശരിപ്പെടുത്തിക്കൊള്ളാം. അങ്ങനെ തെനാലി രാമൻ വരുന്നുണ്ടെന്ന് മുഗൾ ചക്രവർത്തിയായ ബാബർക്ക് അറിവ് കിട്ടി. അപ്പോഴോ അദ്ദേഹം സേവകന്മാർക്കൊരാജ്ഞ നൽകി. തെനാലി രാമൻ്റെ നേരം പോക്കുകൾ കണ്ടാലും ശരി കേട്ടാലും ശരി ആരും ചിരിച്ചു പോകരുത്, അല്ലെങ്കിൽ ശരിവെക്കരുത്. അയാൾ ഒരു പണക്കിഴി പോലും വാങ്ങാതെ തിരിച്ചു പോകണം. യഥാസമയം തെനാലി രാമൻ ഡൽഹിയിലെത്തി. മുഗൾ ചക്രവർത്തിയെ സേവകന്മാരെ ചിരിപ്പിക്കണം, അവരെ രസിപ്പിക്കണം, അവരുടെ അനുമോദനം സമ്പാദിക്കണം. ഇതാണ് ആദ്യ ദിവസം തന്നെ തെനാലി രാമൻ്റെ പരിശ്രമം. അതിനായി അദ്ദേഹം പല ശ്രമങ്ങൾ നടത്തി. ആ ശ്രമങ്ങളെല്ലാം